അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് പാസ്ത കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് 2 സ്പൂൺ മൈദ ഉണ്ടാവും. മൈദ ഇട്ടിട്ട് ഒന്നിങ്ങനെ തീ കുറച്ചൊന്ന് ഇളക്കി ഒന്നും കണ്ട് കളറ് മാറി വരണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വൈറ്റ് സോസ് പാസ്ത മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കേട്ടോ. ഇവിടെ സാധാ നമ്മൾ മക്രോണി ഉണ്ടാക്കണം കാട്ടി ഈ രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ മക്കൾക്ക് ഇഷ്ടം. അപ്പോൾ അതിൽ നമ്മൾ പാൽ ഒഴിച്ച് എന്നിട്ടും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ, കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു തിക്കറായി വരും. കുറേ നേരം ഇങ്ങനെ നമ്മൾ ഇളക്കി ആക്കുമ്പോൾ ഒന്ന് തിക്കായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി, കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് പട്ടിയും പൂവൊക്കെ കൂടെ ഇട്ട് കൊടുക്കട്ടെ. നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് കുരുമുളക് പൊടി ചതച്ചതും കൂടെ ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം വേവിച്ച് വെച്ച മക്രോണി വേവിക്കാൻ വലിയ പണിയൊന്നുമില്ല. മക്രോണിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പും കുറച്ച് ഓയിലും ഇട്ടിട്ടാണ് മക്രോണി തിളപ്പിക്കുന്നത്. എന്നിട്ടൊന്ന് വെന്താൽ മക്രോണി നമുക്ക് റെഡിയാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളെ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടുങ്ങാണ്ട് വേവിക്കാൻ വെച്ചതാട്ടോ. ബട്ടറിലാണ് വേവിക്കണത്. ഇതിപ്പോൾ എടുത്തപ്പോൾ പാത്രം കുറച്ച് ചെറുതായി പോയി. അപ്പോൾ അതിന് ശേഷം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനൊന്നും കഴിയണില്ല. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് അത് സംഭവം. അപ്പോൾ ആ ചിക്കൻ ഇതിലേക്ക് നമുക്ക് അതേപോലെ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ചേർത്താൽ രസമുണ്ടാവും. ഞാൻ ഇപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയ സാധനം കൊണ്ട് ഉണ്ടാക്കിയത് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസും ചേർക്കുകയാണെങ്കിൽ നല്ല ഉഷാറാവും കേട്ടോ. അത് കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നമ്മൾ നമ്മൾ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കുമല്ലോ, ഉള്ളിയും ഇതൊക്കെ വാട്ടിങ്ങാണ്ട് ഉണ്ടാക്കണങ്ങാണ്ട് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും.